ഇന്ത്യൻ ക്രിക്കറ്റും ലോകമെമ്പാടുമുള്ള അതിൻ്റെ ആരാധകരും T20 ലോകകപ്പ് 2024 കിരീട വിജയത്തിൻ്റെ തിലക്കത്തിൽ മുഴുകിയിരിക്കുകയാണ്. ക്യാപ്റ്റൻ രോഹിത് ശർമ്മ തൻ്റെ T20 വിരമിക്കൽ പ്രഖ്യാപിച്ചതിന് ശേഷം കളിയുടെ ഏറ്റവും ചെറിയ ഫോർമാറ്റിൽ ദേശീയ ടീമിനെ ആര് നയിക്കും എന്ന ചോദ്യമാണ് ഉയർന്നു വന്നിരിക്കുന്നത്. രോഹിത് ഇന്ത്യയെ രണ്ടാമത്തെ ICC പുരുഷ T20 ക്രിക്കറ്റ് ലോകകപ്പ് കിരീടത്തിലേക്ക് നയിച്ചു. കൂടാതെ 20 ഓവർ ഫോർമാറ്റിൽ 62 മത്സരങ്ങളിൽ ടീമിനെ നയിച്ചതിന് ശേഷം തൻ്റെ T20 കരിയറിന് അവസാനം കുറിച്ചു. ഇനി ആര് ഇന്ത്യയെ നയിക്കുമെന്നുള്ള ചർച്ചകളാണ് ക്രിക്കറ്റ് ലോകത്ത് ചൂട് പിടിക്കുന്നത്. പല പേരുകൾ നമ്മുടെ മുന്നിലുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് നിലവിലെ മുംബൈ ഇന്ത്യൻസ് ക്യാപ്റ്റനായ ഹർദിക് പാണ്ഡ്യയാണ്. 2022-23 കാലയളവിൽ 16 T20കളിൽ ഇന്ത്യയെ നയിച്ച പരിചയവും ഹർദിക്കിനുണ്ട്. ശ്രീലങ്കയെ 3-0 വൈറ്റ് വാഷ് ചെയ്യുകയും കിവീസിനെതിരെ 2-1 വിജയിക്കുകയും കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ വെസ്റ്റ് ഇൻഡീസിനെതിരെ 2-3 എവേ പരമ്പര തോൽവിയിൽ ക്യാപ്റ്റൻ നിലയിലുള്ള അദ്ദേഹത്തിന്റെ അവസാന T20യിലും വിജയിപ്പിക്കാൻ കഴിയുകയും ചെയ്തു. ലോകത്തിലെ മുൻനിര T20 ബാറ്റർമാരൊരാളായ സൂര്യകുമാർ യാദവും ക്യാപ്റ്റൻസിയിൽ മുൻപന്തി തന്നെ നിൽക്കുകയാണ്. കഴിഞ്ഞ വർഷം ഓസ്ട്രേലിയക്കെതിരെ നാട്ടിൽ നടന്ന 5 മത്സര T20 പരമ്പരയിലും ടീം ഇന്ത്യയെ നയിക്കാനുള്ള അവസരം അദ്ദേഹത്തിന് ലഭിച്ചിരുന്നു. അതോടൊപ്പം കഴിഞ്ഞ വർഷം അയർലൻഡിനെതിരായ 2 T20 മത്സരങ്ങളിൽ ഇന്ത്യയെ നയിച്ച ജസ്പ്രീത് ബുംറയും ഇന്ത്യൻ നായകനാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പക്ഷേ സമീപകാല പരിക്കുകളും അദ്ദേഹത്തിന്റെ ബോളിംഗും കണക്കിലെടുക്കുമ്പോൾ ടീം മാനേജ്മെന്റ് അദ്ദേഹത്തിന് ഒരു അധിക ഉത്തരവാദിത്തം വഹിക്കാൻ ആഗ്രഹിക്കുന്നില്ല. 2022 ഡിസംബറിൽ ഒരു ഭയാനകമായ കാർ അപകടത്തിൽപ്പെട്ടതിനു ശേഷം പന്ത് മത്സരത്തിലേക്ക് ശ്രദ്ധേയമായ തിരിച്ചുവരവ് നടത്തിയിരുന്നു. 2024 IPL സീസണിൽ ഡൽഹി ക്യാപിറ്റൽസിനെ നയിക്കാൻ ഋഷഭ് പന്തിന് കഴിഞ്ഞു. അതിനു മുൻപ് 2022 ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ സ്വന്തം തട്ടകത്തിൽ അദ്ദേഹം 5 മത്സരങ്ങളുടെ പരമ്പരയിൽ ടീം ഇന്ത്യയെ വിജയിപ്പിക്കുകയും ചെയ്തിരുന്നു. മറ്റൊരു പ്രധാന താരമാണ് മലയാളി താരം സഞ്ജു സാംസൺ. നിലവിൽ രോഹിത്തും ജഡേജയും കോഹ്ലിയും അടക്കം വിരമിക്കുമ്പോൾ നിലവിലെ സീനിയർ താരങ്ങൾ ഒരാളായി മാറുകയാണ് സഞ്ജു. IPLൽ രാജസ്ഥാൻ റോയൽസിനെ പല സീസണുകളായി നയിക്കുന്നു. ഇന്ത്യൻ ടീമിൽ അധികം അവസരം ലഭിച്ചില്ലെങ്കിലും വർഷങ്ങളായി ഇന്ത്യൻ ടീമിന്റെ ഭാഗമായി തന്നെ നിലനിൽക്കുന്നുണ്ട്. ചെറുപ്പക്കാരെ ക്യാപ്റ്റനാക്കാനാണ് BCCI ശ്രമിക്കുന്നതെങ്കിൽ ശുഭ്മാൻ ഗില്ലും ഒരു പ്രധാന ഓപ്ഷനാണ്. ഏതായാലും വരും മണിക്കൂറിൽ ആരായിരിക്കും ഭാവി ക്യാപ്റ്റൻ എന്നുള്ള ചർച്ചകളിലേക്ക് ക്രിക്കറ്റ് ലോകം കടക്കുന്നതാണ്. ഇതുപോലുള്ള പുതിയ വാർത്തകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക.